ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ധാർമ്മികമായി യഥാവിധി വിവാഹം കഴിഞ്ഞ മാനിനികൾ ഉല്ലാസം പ്രിയതമൻ്റെ അംഗതലങ്ങളിൽ സ്മരബാധിതകളായി ഇരിക്കുന്നത് ചില മണിമാളികകളിൽ ആ ബുദ്ധിമാൻ കണ്ടു. കനകലത പോലെയുള്ള ഉത്തമാംഗനകൾ ശരീരാവരണം ഇല്ലാതെ ഗൃഹാന്തർഭാഗങ്ങളിൽ ഉത്സാഹം നടക്കുന്നു. ഭർത്തൃവിയോഗത്താൽ ചന്ദ്രബിംബം പോലെ വിളർത്തവരെയും ചിലയിടങ്ങളിൽ കാണാം. കണ്ണുകൾക്ക് ഇമ്പമേകുന്ന വർണ്ണമുള്ള തന്യുകളും ലങ്കാനഗരിയിൽ ഉണ്ട്. മധുരാംഗികളായ ചില തരുണികൾ അഭീഷ്ടപുരുഷനെ പ്രാപിക്കുന്നതും ഹനുമാൻ കണ്ടു. ഏറ്റവും സൗന്ദര്യം എന്ന രാക്ഷസ പെൺകൊടിമാർ അതിസന്തുഷ്ടരായി വസിക്കുന്ന ഗൃഹങ്ങളെയും വായുപുത്രൻ പിന്നിട്ടു. ഇടതൂർന്നു നീണ്ട് ചുരുണ്ട കേശങ്ങളോടുകൂടിയ വിശാല നേത്രങ്ങൾ, പൂർണ്ണചന്ദ്ര സുന്ദരവദനകൾ, ഇടിമിന്നൽ പോലെ വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങൾ അണിഞ്ഞവർ ഇങ്ങനെ ശോഭനാംഗികളെ പലരെയും കണ്ടുവെങ്കിലും ദുഃഖനിമഗ്നയായി ഉത്തമ രാജവംശജാതയായി കൃഷഗാത്രിയായി തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതയായ ദേവിയെ മാത്രം കാണുന്നില്ല. ജീവിത പന്ഥാവിൽ ധർമ്മച്യുതി ഒരിക്കലും പറ്റാത്തവൾ, ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുവാൻ അത്യാഗ്രഹത്തോടെ വസിക്കുന്നവൾ, ഭർത്തൃവിരഹത്താൽ അനംഗപീഡിത, കാരുണ്യവാരുതിയായ കാന്തൻ്റെ ഹൃദയത്തിൽ സുപ്രതിഷ്ഠയായവൾ, ഉത്തമ ശ്രീരത്നങ്ങളിൽ അഗ്രഗണ്യ, വിയോഗതാപത്താൽ ഗദ്ഗത കണ്ട ശ്രീരാമദേവൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് അണിയിച്ച മാംഗല്യ സൂത്രത്താൽ ജാജുല്യമാന, നൽ പീലിയോടും കളകളനാദത്തോടും വനമധ്യത്തിൽ ആടുന്ന പെൺമയിൽ പോലെ, ചളി പുരണ്ട കാഞ്ചനരേഖ പോലെ, ദുഷ്ടോടുകൂടി ഉണങ്ങിയ ശരവ്രണം പോലെ കാറ്റേറ്റ് ഉലയുന്ന മേഘജാലം പോലെ രാവണനഗരിയിൽ അധിവസിക്കുന്ന ദേവിയെ ആശ്രിതന്മാരുടെ കൽപ്പകവൃക്ഷമായ നരേന്ദ്രൻ ശ്രീ രഘുവര സഹധർമ്മിണിയെ മാത്രം കാണുന്നില്ല. കപീശ്വരൻ്റെ ഹൃദയത്തിൽ അഴലാലകൾ അടിച്ചു കയറി നിറഞ്ഞു വഴിഞ്ഞ് മയക്കമാർന്നവനെ പോലെയായി. കാമരൂപിയായ കാറ്റിൻ മകൻ മണിമാളികളിലെല്ലാം അനായാസമായി കഴിയുന്നിടത്തോളം ശ്രദ്ധ വെച്ച് അന്വേഷിച്ചു. അതിലാഘവത്തോടെ തന്നെ അസുരേന്ദ്ര ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു. ആദിത്യശോഭയാർന്ന അത്യുന്നതങ്ങളായ പൊന്മതിലുകൾ 4 പുറവുമുണ്ട്. വൻകാട്ടിലെ സിംഹങ്ങളെ പോലെയുള്ള ഉഗ്രരാക്ഷസന്മാർ കാത്തുരക്ഷിക്കുന്ന രാജധാനിയെ കപികുഞ്ചരനായ ഹനുമാൻ നോക്കിക്കൊണ്ട് മുന്നോട്ടടുത്തു. നല്ല വെള്ളിയിൽ തീർത്ത പൊന്നണി തോരണങ്ങൾ, മിന്നിത്തിളങ്ങുന്ന പടികൾ, പലതരത്തിലുള്ള മതിൽക്കെട്ടുകൾ, വീരന്മാരായ പാപ്പാന്മാർ ഏറിയിരിക്കുന്ന ഉത്തമ ഗജങ്ങൾ, തേരിൽ പൂട്ടുന്ന അവാര്യങ്ങളായ അശ്വരത്നങ്ങൾ, പുലി, സിംഹം എന്നിവയുടെ മുഴുത്തോലുകൾ കൊണ്ട് മൂടി മേഘദുന്ദുബി സ്വനം മുഴക്കുന്ന സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച തേരുകൾ, ഐശ്വര്യയുധങ്ങളായ നാനാരത്നങ്ങളാലും ശ്രേഷ്ഠങ്ങളായ ഭാജനങ്ങളാലും സിംഹാസനങ്ങളാലും നിറഞ്ഞ് മഹാരഥന്മാർ വസിക്കുന്ന മണിമന്ദിരങ്ങൾ, മാഹാത്മ്യമേറിയ മൃഗപക്ഷിഗണങ്ങളാൽ കണ്ണും കരളും കക്കുന്ന 1000 ആലയങ്ങൾ, അഭ്യാസമുറകളെല്ലാം പഴറ്റി തെളിഞ്ഞ കാവൽക്കാരായ രാക്ഷസപ്പടകൾ, സ്വച്ഛന്തം ഉല്ലാസം സഞ്ചരിക്കുന്ന സുന്ദരീരത്നങ്ങൾ, സന്തുഷ്ടകളായ മാനിനീമണികൾ ഒന്നിച്ചിരുന്ന് ആനന്ദിക്കുന്ന അസുരേന്ദ്ര സമൂഹങ്ങൾ, അലയാഴിയുടെ അലർച്ച പോലെ ആഭരണങ്ങളുടെ ജണജണ നാദങ്ങൾ, ഏതു ഭാഗത്തു നോക്കിയാലും സുവ്യക്തമായി മനസ്സിലാകത്തക്ക രാജചിഹ്നങ്ങൾ, സർവത്ര ഏറ്റവും നല്ല അകിൽ ചന്ദനം എന്നിവയുടെ നറുമണങ്ങൾ, കൊടുംകാട്ടിലെ വൻ കേസരികളെ പോലെ ഉദാരരായ രാക്ഷസ ശ്രേഷ്ഠന്മാർ, മൃദംഗം, ശംഖ്, പടഹം എന്നിവയുടെ ശ്രവണാമൃതനാദങ്ങൾ, ഇങ്ങനെ അവർണ്യമായ രാവണ രാജധാനി എന്നുമെന്നും പൗർണമി ദിനം പോലെ പൂജനീയമാണ്. മഹാസാഗരം പോലെ ഇരമ്പുന്നതും അതുപോലെ തന്നെ ഗംഭീരവുമാണ്. മഹാരത്ന വിരചിതങ്ങളായ കോപ്പുകളും മഹാരത്നങ്ങളും നിറഞ്ഞതും ആണ്. ഇങ്ങനെ മാഹാത്മ്യമേറിയ ഗജങ്ങൾ, അശ്വങ്ങൾ, രഥങ്ങൾ എന്നിവയാൽ പരിപൂർണമായ ലക്ഷണമൊത്ത ദശാനന ഭവനം ലങ്കാനഗരത്തിനു തന്നെ ഒരു അലങ്കാരമാണെന്ന് മഹാകപീശ്വരന് തോന്നി. നക്തഞ്ചര ചക്രവർത്തിയുടെ കൊട്ടാരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വിളങ്ങുന്നു. സജീവന്മാർ, സേനാപതിമാർ തുടങ്ങിയവരുടെ ആലയങ്ങൾ അർഹതയ്ക്കനുസരിച്ച് ചുറ്റും ഉയർന്നു നിൽക്കുന്നു. പുഷ്പപൂർണങ്ങളായ ആരാമങ്ങൾ, സുന്ദര മന്ദിരങ്ങൾ, ഇവയിൽ ഓരോന്നിലും ഹനുമാൻ നിർഭയം സഞ്ചരിച്ചു. വായുവേഗമുള്ള ആഞ്ജനേയർ
പ്രഹസ്തഗൃഹത്തിൽ ചാടിക്കടന്ന് പരിശോധിച്ച് മഹാപാർശ്വ വേശ്മത്തിലേക്ക് മനോവേഗത്തിൽ എത്തി. ദേവിയെ അന്വേഷിച്ചുകൊണ്ട് വാനരവീരൻ കരിങ്കാറ്റ് പോലെയുള്ള കുംഭകർണ ഭവനത്തിലും തുടർന്ന് വിഭീഷണ നിലയത്തിലുമെത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.